നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നിങ്ങളുടെ ഫോൺ പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ഈ പരസ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വളരെയധികം തലവേദനയാണ്. അത് അവർ സ്റ്റോപ്പ് ചെയ്യുകയുമില്ല. പക്ഷേ ഇത് നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം നമുക്കിവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെർച്ച് ബാറിൽ പോയതിന് ശേഷം നമുക്കിവിടെ ജസ്റ്റ് ആഡ്സ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ കാണാം ആഡ്സ്, സെറ്റിങ്സ്, പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും താഴെ കാണാനായിട്ട് സാധിക്കും ആഡ്സ്, മാനേജ് ആഡ്സ്, പേഴ്സണലൈസേഷൻ ഓൺ ദിസ് ഡിവൈസ്. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ആഡ് പ്രൈവസി, റീസെറ്റ് അഡ്വർടൈസിങ് ആഡ്, ഡിലീറ്റ് അഡ്വർടൈസിങ് ആഡ്. അതിൽ നമ്മളിവിടെ ആഡ് പ്രൈവസി എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ആഡ് ടോപ്പിക്സ് എന്ന ഭാഗം കാണാം. അവിടെ നമ്മളുടെ അലോ ആഡ് ടോപ്പിക്സ് എന്ന ഭാഗത്ത് ജസ്റ്റ് നമ്മൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത് കാണുന്ന അലോ ആപ്ലിക്കേഷൻ സജസ്റ്റഡ് ആഡ്സ് എന്ന ഭാഗം കാണാം. അവിടെ ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. അടുത്തത് നമുക്ക് ആഡ് മെഷർമെൻറ്റ് എന്നുള്ളൊരു ഭാഗം കാണാം. അവിടെയും നമ്മൾ ടാപ്പ് ചെയ്യുക. അങ്ങനെ ഈ 3 ഭാഗവും നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇന്നു മുതൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്തുകൊണ്ട് പരസ്യം കാണിക്കുന്ന പരിപാടി ഇനി നടക്കില്ല. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ നമ്മളുടെ പഴയ ഫോണിലും പുതിയ ഫോണിലും വർക്കാകും. എന്നാൽ കുറച്ച് നാളായിട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഈ ഇഷ്യൂ ഉണ്ട്. ഈ പരസ്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് എടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് കാണാം റീസെറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്ന് കാണാം. എന്നിട്ട് ഇവിടെ നമ്മൾ കൺഫേം കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ താഴെ കാണാം ഡിലീറ്റ് അഡ്വർടൈസിങ് ഐ ഡി. അവിടെയും കൂടി ഒന്ന് ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിലീറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്ന് കാണാം. അവിടെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പരസ്യം വരുന്ന ആ പ്രോബ്ലം നമുക്കിവിടെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.